2021 പ്രളയത്തിൽ കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി പാലങ്ങളും റോഡുകളും തകർന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലങ്ങളുടെ തകർച്ച തന്നെയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ഏന്തയാർ ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൊക്കയാർ പാലത്തിന്റെയും ഇളങ്കാട് പാലത്തിന്റെയും നിർമ്മാണം നടക്കുന്നു. എന്നാൽ ഇവ കൂടാതെ 4ഓളം പ്രധാന നടപ്പാലങ്ങളാണ് പ്രളയത്തിൽ തകർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പാലങ്ങളിൽ ഒന്നായ കുപ്പായക്കുഴി കനകപുരം നടപ്പാലത്തിന്റെ നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിൽ ആക്കുകയാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലമായിരുന്നു കനകപുരം നിവാസികളുടെ ഏക ആശ്രയം. പാലം തകർന്നതോടെ 1.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് മുക്കുളത്തെത്തി ഇവിടുത്തെ താൽക്കാലിക നടപ്പാലം വഴി വേണം കനകപുരത്തെ നിവാസികൾക്ക് ഏന്തയാറ്റിലെത്തുവാൻ. വാഹനത്തിൽ എത്തണമെങ്കിൽ ഇളങ്കാട് വഴി 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ഏന്തയാർ കൂട്ടിക്കൽ ഭാഗത്തേക്ക് എത്തുന്നതിന് പ്രധാന ആശ്രയമായിരുന്നു തകർന്ന കുപ്പായക്കുഴിയിലെ നടപ്പാലം. പാലം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും വിവിധ സന്നദ്ധ സംഘടനകളും സമരം ശക്തമാക്കിയതോടെ അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 12 ലക്ഷം രൂപയും കൊക്കയാർ പഞ്ചായത്തിൽ നിന്ന് 10 ലക്ഷം രൂപയും അനുവദിച്ച നിർമ്മാണം തുടങ്ങി. എന്നാൽ പുല്ലകിയാറിന്റെ ഇരുകരകളിലുമായി 2 തൂണുകളുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. 2021 ഒരു കൂട്ടിക്കൽ പഞ്ചായത്തിനെ ഇടുക്കി ജില്ലയും വളരെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു പ്രളയമാണ് നമുക്കിവിടെ ഉണ്ടായത്. ഉരുൾപൊട്ടലും പ്രളയവും. അതിൽ ഈ ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും ബന്ധിപ്പിക്കുന്ന 5 പാലങ്ങളാണ് ഇവിടെ നടപ്പാലമായിട്ടും അല്ലാത്ത പാലമായിട്ടും ഉള്ളത്. 5 എണ്ണമാണ് പോയിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഏന്തയാർ പാലം പണി പുരോഗമിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കൊക്കയാർ പാലം പണി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നല്ല കാര്യമാണ്. എന്നാൽ ഈ നടപ്പാലമായിട്ട് ഒരു 4 പാലങ്ങളാണ് ഇവിടെ ഇളങ്കാട് മുതൽ കൊക്കയാർ വരെയുള്ള ഭാഗത്ത് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ കുപ്പായക്കുഴി കനകപുരം ഒരു പാലത്തിൻ്റെ പണി പകുതിയാക്കിയിട്ട് ബാക്കി ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ബുദ്ധിമുട്ടി കിടക്കുകയാണ്. ജനങ്ങൾ ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ സഞ്ചരിച്ച് ഏന്തയാറ്റിലൊരു നടപ്പാലം പണിതിട്ടുണ്ട്. അതിൽ കൂടെ പോയി ഇല്ലെങ്കിൽ വണ്ടി യാത്രയ്ക്കാണെങ്കിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ച് ഇളങ്കാട് മാത്രമേ വഴിയുള്ളൂ. വളരെയധികം ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന യാത്രാമാർഗ്ഗമാണ്. അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പാലം പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് 35 ലക്ഷം രൂപ വേണ്ടിവരും. ബാക്കി വരുന്ന ഫണ്ട് കണ്ടെത്തുവാനാകാതെ വന്നതോടെ പാലത്തിന് നിർമ്മാണം നിലച്ചു. ഇപ്പോൾ പുല്ലകിയാറിന്റെ ഇരുവശങ്ങളിലും നിർമ്മാണം നിലച്ച 2 തൂണുകൾ മാത്രമാണ് കാണുവാനുള്ളത്. അടിയന്തരമായി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മേഖലയിലെ ആളുകളുടെ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.